ഞാനും നീയും തമ്മില് പിണക്കത്തിലാണെങ്കിലും നീ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന് തീരുമാനിച്ചല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പങ്കുവയ്ക്കാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ക്ഷണിച്ചപ്പോ നീ വരാന്ന് പറഞ്ഞതും ആ വിഷമം അങ്ങ് മാറി. നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അമ്മയുടെ കാര്യം അങ്ങനെയല്ല. അമ്മയുടെ മനസ്സ് വിഷമിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അമ്മേ, നീ ഒരിക്കലും വിഷമിപ്പിക്കരുത് പാറു. എനിക്ക് നീ ആ ഒരു ഉറപ്പ് മാത്രം തന്നാ മതി. എന്റെ ശരിക്കുള്ള അവസ്ഥ നിങ്ങളെല്ലാരും അറിഞ്ഞ അമ്മയടക്കം നിങ്ങളെല്ലാരും വിഷമിക്കും. നിങ്ങളെ സത്യം അറിയിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പോരാടുന്നത്. നിങ്ങളോട് നുണ പറയുമ്പോ ഞാൻ എന്നെ തന്നെ വെറുക്കുക. പക്ഷെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. സൗന്ദര്യം ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും അവള് കണ്ടില്ലല്ലോ. പാറു, നീയല്ലേ അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്? എന്നിട്ട് എവിടെ? അത് അത് സൗന്ദര്യം വന്നല്ലോ. സൗന്ദര്യ, നീ ഇത്രയും നേരം എവിടെ കറങ്ങി നടക്കുമായിരുന്നു? ഞാൻ കൈലാഷ് സാറിന്റെ കൂടെ AC-ലിരുന്ന് വിശേഷങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. ഇവളുടെ ഒരു തമാശ. നിന്നേക്കേ ആ ഫ്ലോറിലോട്ട് പോലും കേറ്റില്ല. പിന്നെയാ കൈലാഷ് സാറിന്റെ ക്യാബിനിലേക്ക്. നിഷ ചേച്ചി, സൗന്ദര്യ നിഷ ചേച്ചി വരാൻ ഇങ്ങോട്ട്. നീ എന്ത് മണ്ടത്തരെ കാണിച്ച? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. നീ അങ്ങനൊന്നും പേടിക്കണ്ട. ഞാൻ എന്തെങ്കിലും ഗൗരവത്തോടെ പറഞ്ഞാലും ഇവരെല്ലാരും അത് തമാശയെ മാത്രമേ കാണൂ. എന്റെ ഏറ്റവും വലിയ ഗുണം അതാ. എന്നെ മറവി രോഗമുള്ള ഒരു കോമാളി മാത്രമായിട്ടാ ഇവരൊക്കെ കാണുന്നത്. എന്നെ ആരും ഒരു ഭീഷണിയായിട്ട് കാണില്ല. അതൊക്കെ പോട്ടെ, നീ പോയ കാര്യം എന്തായി? കൈലാഷ് സാർ വീഡിയോ തന്നോ? ഇല്ല. ഇല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അതും ഹോട്ടലിലെ വീഡിയോ പോലെ നശിച്ചു പോയോ? ഇല്ല ഇല്ല, ആ വീഡിയോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പക്ഷേ ഓഫീസിലല്ല, വീട്ടിലാ. അദ്ദേഹം ആ വീഡിയോ നാളെ തരാന്ന് പറഞ്ഞു. നിനക്ക് ആദ്യം തന്നെ അത് പറഞ്ഞാ പോരെ? ഒരു നിമിഷത്തേക്ക് എന്റെ ജീവൻ പോയ പോലെ തോന്നി. വീഡിയോ കയ്യിലില്ല എന്ന് പറഞ്ഞ് എന്തിനാ പേടിപ്പിച്ചേ? മുഴുവൻ പറയും മുമ്പ് നീ എടുത്തു ചാടിയാ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും നന്നായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ കൈലാഷ് സാറിനെ കാണാതിരിക്കാൻ മുക്ത കരുണാകരനെ എന്റെ പുറകെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വരെ അയച്ചു. ഇടയ്ക്ക് വെച്ച് നീ എവിടെയാന്നോ അയാൾ ചോദിച്ചു. അയ്യോ, എന്നിട്ട്? നിനക്ക് ദഹനക്കേടുള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വിശ്രമിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഭാഗ്യത്തിന് അയാളത് വിശ്വസിച്ചു. രക്ഷപ്പെട്ടു. നീ കൈലാഷ് സാറിനോട് വീഡിയോ ചോദിക്കുന്ന മുക്ത കണ്ടില്ലല്ലോ. ഞാൻ കൈലാഷ് സാറിനോട് വീഡിയോ ചോദിക്കുന്ന സമയം നോക്കി അവള് കൃത്യമായിട്ട് വന്നു. ഞാൻ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടും അവളെന്നെ വെറുതെ വിട്ടില്ല. എന്റെ പുറകെ വന്ന് എന്തിനാണ് ആ വീഡിയോ കൈലാഷ് സാറിനോട് ചോദിച്ചതെന്ന് അവള് വീണ്ടും വീണ്ടും ചോദിച്ചു. അവള് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് വരെ പറഞ്ഞു. നീ അവളോട് എന്തെല്ലാം പറഞ്ഞോ? ഏയ്, ഞാനന്ന് ഓർമ്മയില്ലാത്ത പോലെ അഭിനയിച്ച് തടിയൂരി. ശരി, നീ വാ. നീ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വേണ്ടാന്ന് വെച്ചല്ലേ? ഓ, കരുണാകരൻ സാറടക്കം ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഇത്ര നേരമായിട്ടും നിനക്കൊക്കെ പണിയെടുക്കാൻ നേരമായില്ലടാ. പോയി പണിയെടുക്ക. ഓ ശരി സാറേ, നീ വാ.
നിന്റെ അസുഖത്തിന് കുറവുണ്ടോടി? ഉണ്ട് സർ. നിന്റെ ഊട്ടുക്കത്തെ തീറ്റെന്ന് പറഞ്ഞാൽ മതി, എല്ലാം ശരിയാവും. തീറ്റ പ്രാന്തി. സൗന്ദര്യ, ആ നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവുമല്ലേ? ഒട്ടുമില്ല. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. മനസ്സും വയറും ഒക്കെ നിറഞ്ഞിരിക്കുക. പാർവതി കൈലാഷിന്റെ മുന്നിൽ എത്തുന്നതിൽ നിന്ന് തടയാൻ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? അത് ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തല്ലോ മാഡം. തേങ്ങ കൊലയാ. സൗന്ദര്യ കൈലാഷിന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഇതില് തെറ്റേ മാഡത്തിന്റെ ഭാഗത്താ. പാറുവിനും പ്രിയനും ശ്രദ്ധിക്കാനാ മാഡം എന്നോട് പറഞ്ഞത്. സൗന്ദര്യയുടെ കാര്യേ മാഡം എന്നോട് പറഞ്ഞില്ലേ? അല്ല, ഈ സൗന്ദര്യ കൈലാസ് സാറിനോട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? സിൽവർ ജൂബിലി ഫംഗ്ഷൻ നടന്നതിന്റെ വീഡിയോ ആണ് സൗന്ദര്യ ചോദിച്ചത്. അത്രേ ഉള്ളോ? ആ വീഡിയോ കിട്ടിയിട്ട് ആ പട്ടിക്കാട്ടുകാരി എന്ത് ചെയ്യാനാ? മാഡം എന്തിനാ ഇത്രയും പേടിക്കണേ? ഇയാളോട് ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു. ഇവളെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഇവളെ കൊടുക്കാൻ പറ്റിയ എന്തോ സംഭവമുണ്ട്. തുറപ്പാ. കരുണാകരൻ എന്താ ഇപ്പൊ ചിന്തിച്ചത്? മാഡം എന്താ ഇപ്പൊ ചിന്തിച്ചേ? നത്തിങ്. ആ, അപ്പൊ ഞാനൊന്നും ആലോചിച്ചില്ലേ. നമ്മള് പാർവതിക്കും പ്രിയനും ഒക്കെ എതിരെ ആ ഫംഗ്ഷനിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങാനും ആ വീഡിയോയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും. ആ വീഡിയോ ഇപ്പോ കൈലാഷിന്റെ വീട്ടിലെ പേഴ്സണൽ ലാപ്ടോപ്പിലാ ഉള്ളത്. നാളെ കൈലാഷ് ഇത് കോപ്പി ചെയ്ത് അവൾക്കും ഫ്രണ്ട്സിനും കൊടുക്കും. ഇപ്പോ തനിക്കും ടെൻഷനായില്ലേ? എന്തിന്? മാഡം വിചാരിച്ച ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിച്ചൂടെ? എങ്ങനെ? കൈലാസ് സാറിന്റെ വീട്ടിലേക്ക് മാഡത്തിന് എപ്പോഴും കയറി ചെന്നൂടെ? അവിടെ ചെന്നിട്ട് സാറിന്റെ ലാപ്ടോപ്പിലുള്ള വീഡിയോ അതങ്ങനെ ഡിലീറ്റ് ചെയ്ത പോരെ? എല്ലാ പ്രശ്നവും അതോടെ അവസാനിക്കില്ലേ മാഡം? ആയുഷോ? ഡബിൾ ഷുവർ. തിങ്ക് അബൌട്ട് ഇറ്റ് മാഡം.